ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞ 7 തിരുവാക്യങ്ങളിൽ 2 സങ്കീർത്തനങ്ങളാണ്. ഒന്നാമത്തത്, കുരിശിൽ 3 ആണികളിൽ തൂക്കപ്പെട്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ചങ്കുപിടഞ്ഞു വേദനിച്ച് അവൻ നിലവിളിക്കുന്നുണ്ട്, ഏൽ ഏൽ ലാമ ശബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു. 22-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യമാണത്. ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാൻ്റെ നിലവിളി. തീർച്ചയായും അതൊരു പ്രത്യാശയുടെ സങ്കീർത്തനമാണ്. പക്ഷേ ഈ വാക്കുകളിൽ അവൻ്റെ വേദന മുഴുവൻ അവൻ ഒളിപ്പിച്ചിട്ടുണ്ട്. പിതാവിനോട്, അവൻ്റെ അബ്ബായോട് ചോദിക്കുകയാണ്, അപ്പാ എന്താ എന്നെ ഇങ്ങനെ കൈവിട്ട് കളഞ്ഞതെന്ന്. നമ്മളും ചോദിച്ചിട്ടില്ലേ അതുപോലൊക്കെ? ജീവിതത്തിൻ്റെ ചില നിർണായക നേരങ്ങളിൽ, ദൈവം പോലും കൈവിട്ടുവെന്ന് തോന്നിപ്പിക്കുന്ന നേരങ്ങളിൽ നമ്മൾ ചോദിക്കാറുണ്ട്, അപ്പാ എന്താ എന്നെ ഇങ്ങനെ ഉപേക്ഷിക്കുന്നതെന്ന്. അത്രയും വലിയ കർണകഠോരമായ നിലവിളിക്ക് ശേഷം, അത്രയും വലിയ ആന്തരിക സംഘർഷത്തിന് ശേഷം ഈശോ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നൈർമല്യത്തോടെ പിതാവിൻ്റെ മടിയിലേക്ക് ചായുന്നുണ്ട്. അടുത്ത വാക്യം ഇങ്ങനെയാണ്, പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് ഈശോയെ ആര് പഠിപ്പിച്ചതാണെന്നറിയാമോ? ഇത് 31-ാം സങ്കീർത്തനത്തിലെ വാക്യമാണ്. യഹൂദ പാരമ്പര്യമനുസരിച്ച് അമ്മമാർ കുഞ്ഞുങ്ങളെ താരാട്ടുപാടി ഉറക്കുന്ന താരാട്ടുപാട്ടാണിത്. അമ്മ മറിയം ഉണ്ണിമിശിഹായെ കൈകളിലെടുത്ത് പാടി ഉറക്കിക്കാണും, പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന്. കണ്ടോ, കുഞ്ഞുനാളിൽ അമ്മ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് കുരിശിൽ ഈശോയ്ക്ക് തുണയാകുന്നത്. ബാല്യത്തിൻ്റെ നന്മകളും അമ്മ കൈമാറിയ മൂല്യങ്ങളുമായിരിക്കും നിർണായക നേരങ്ങളിൽ തുണയുണ്ടാകുക. അമ്മമാരെ, കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ആമേൻ.